പട്ടുറുമാൽ ക്യാമ്പസ് പ്ലസിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇപ്പോൾ ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യ മത്സരഗാനം ആലപിക്കുന്നതിനായി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സ്വാഗതം ചെയ്യാം റാഫി. വെൽക്കം റാഫി. ആദ്യം തന്നെ പറയുകയാണ് ക്വാർട്ടർ ഫൈനൽ റൗണ്ടിലേക്ക് കടന്നതിന് കൺഗ്രാറ്റുലേഷൻസ്. ഇതിപ്പം ക്വാർട്ടർ ഫൈനൽ റൗണ്ടാണ്. അതിൽ സോളോ ആണ് ആദ്യം പാടാൻ പോകുന്നതെന്ന് തോന്നുന്നു. ഏത് സോങ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? കണ്ണിലമ്പും വില്ലും കൊണ്ടെന്റെ എന്ന് പറയുന്ന ഗാനമാണ്. ഓക്കെ, ഭയങ്കര ഒരു ചലഞ്ചിങ് റൗണ്ട് ആണ്. എനിവേ റാഫിക്ക് അത് പാടാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്. ഞങ്ങളുടെ വിശ്വാസം കാത്തു കൊള്ളണം. നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ. നമുക്ക് ബഷീർക്ക, റാഫിയുടെ ഇത്രയും നാളത്തെ ഈ 5 ഘട്ടങ്ങളിൽ ഉള്ള പ്രകടനങ്ങൾ ബഷീറൊക്കെ കണ്ടു കാണും. റാഫിയുടെ കണ്ടിട്ടില്ലേ പാട്ടൊക്കെ? കണ്ടിട്ടുണ്ട്. ഒരുമിച്ച് ഞങ്ങൾ ഡ്യുവറ്റ് സോങ് പാടുകയും ചെയ്തു. റാഫിയുടെ ഒരു കഴിവ് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. റാഫി ഈ ചലഞ്ചിങ് റൗണ്ടിൽ എടുത്തിരിക്കുന്ന സോങ്ങും അത്തരത്തിൽ ഭയങ്കര ചലഞ്ചായിട്ടുള്ള ഒരു പാട്ടാണ്. അത് ഏറ്റവും നന്നായിട്ട് പാടി ഫലിപ്പിക്കാൻ റാഫിക്ക് സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കൺഗ്രാറ്റ്സ്. അപ്പം എല്ലാവരുടെയും പ്രതീക്ഷകൾ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ടെൻഷനൊന്നും അടിക്കണ്ട. നിങ്ങൾ 5 ഘട്ടങ്ങൾ പിന്നിട്ട ഗായകരാണ്, ഏറ്റവും ബെസ്റ്റ് ഗായകരാണ്. സോ നന്നായി പാടുക. ഓൾ ദി ബെസ്റ്റ്. കണ്ണിലമ്പും വില്ലും കൊണ്ടെന്റെ ഈ കൽവിലെ ചില്ലുകൂടുടച്ചു മൊഞ്ചത്തി, കാതിൽ വന്നു കൊഞ്ചി നിന്നെന്റെ ഈ ചങ്കത്ത് പഞ്ചാര പാലൊഴിച്ചല്ലോ. കണ്ണിലമ്പും വില്ലും കൊണ്ടെന്റെ ഈ കൽവിലെ ചില്ലുകൂടുടച്ചു മൊഞ്ചത്തി, കാതിൽ വന്നു കൊഞ്ചി നിന്നെന്റെ ഈ ചങ്കത്ത് പഞ്ചാര പാലൊഴിച്ചല്ലോ. ഓ നീല സാരി അണിഞ്ഞ നീലിമയ്ക്ക് കോപം, നീ നടന്നു പോയാ നീർമരുത് പൂക്കും, മുഞ്ചിയുള്ള ചുണ്ടിൻ ചേലുമെല്ലെ വിരിഞ്ഞ നെഞ്ചിലന്തി വാനിൻ വെണ്ണിലാവ് വീഴും, നെഞ്ചിൽ പിച്ച വെച്ച് കഴിക്കും നല്ല പച്ചപ്പനം കിളിയല്ല പെണ്ണ്, കൊത്തി കൊത്തി നെഞ്ചിലിട്ട് കൊറിക്കും പുതു പച്ച നെല്ലി കനവിന്റെ കതിര്. കണ്ണിലമ്പും വില്ലും കൊണ്ടെന്റെ ഈ കൽവിലെ ചില്ലുകൂടുടച്ചു മുഞ്ചത്തിയ, കാതിൽ വന്ന് കൊഞ്ചി നിന്നെന്റെ ഈ ചങ്കത്ത് പഞ്ചാര പാലൊഴിച്ചല്ലോ. ഇമ്പമൂറും പാട്ടിന്റെ നെഞ്ചറിഞ്ഞ കാറ്റിൽ, ഇമ്പമൂറും പാട്ടിന്റെ നെഞ്ചറിഞ്ഞ കാറ്റിൽ ഞാനറിഞ്ഞു നീ അണിഞ്ഞ പൊൻകൊലുസ്. ഓ ആൺപുള്ളുമാറാകെ പൂമുല്ല പൂക്കുമ്പോൾ കൽവിന്റെ കൽവാകെ കൽക്കണ്ട കല്ലായി നിന്നെയോർത്ത് വെന്തു ഞാനും ചിന്തയാലേ.
എന്നാൽ കാന്തത്തിൻ കല്ലല്ലേ. കണ്ണിലമ്പും വില്ലും കൊണ്ടെന്റെ ഈ കൽവിലെ ചില്ലുകൂടുടച്ചു മുഞ്ചത്തി. കാതിൽ വന്നു കൊഞ്ചി നിന്നെന്റെ ഈ ചങ്കത്ത് പഞ്ചാര പാലൊഴിച്ചല്ലോ. പണ്ടമൊന്നും വേടന്റെ പൈങ്കിളി നീ പോരൂ. പണ്ടമൊന്നും വേടന്റെ പൈങ്കിളി നീ പോരൂ. പുല്ലുകൊണ്ട് പൂങ്കനവിൻ വീട് വെക്കാം. ഓ ആരോടും മോതാതെ പോരാമ പെണ്ണേ നീ. കാതിൽ പുച്ചൂടേണ്ട പൂപ്പട്ടും കാണേണ്ട. എന്റെ നെഞ്ചിൽ നിന്നെയാട്ടും തൊട്ടിലല്ലേ. പോരൂ നീ പോരൂ നീ പോരൂ നീ. നിലമ്പും വില്ലും കൊണ്ടെന്റെ ഈ കൽവിലെ കൂടുടച്ചു മുഞ്ചത്തി. കാതിൽ വന്നു കൊഞ്ചി നിന്നെന്റെ ഈ ചങ്കത്ത് പഞ്ചാര പാലൊഴിച്ചല്ലോ. ഓ നീലസാരി അണിഞ്ഞ നീലിമയ്ക്ക് കോപം. നീ നടന്നു പോയാ നിർമരുത് പൂക്കും. മൊഞ്ചിയുള്ള ചുണ്ടിൻ ചേലുമെല്ലെ വിരിഞ്ഞ നെഞ്ചിലന്തി വാനിൻ വെണ്ണിലാവ് വീഴും. നെഞ്ചിൽ പിച്ച വെച്ച് കളിക്കും നല്ല പച്ചപ്പന കിളിയല്ല പെണ്ണ്. ആഹ കൊത്തി കൊത്തി നെഞ്ചിലിട്ട് കുറിക്കും പുതുപച്ച നെല്ല് കനവിന്റെ കതിര്. കണ്ണിലമ്പും വില്ലും കൊണ്ടെന്റെ ഈ കൽവിലെ ചില്ലുകൂടുടച്ചു മുന്തത്തിയ. കാതിൽ വന്ന് കൊഞ്ചി നിന്നെന്റെ ഈ ചങ്കത്ത് പഞ്ചാര പാലൊഴിച്ചല്ലോ. നന്നായിട്ട് പാടി, നന്നായിരുന്നു. ഇനി നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നത്. വിദ്യാധരൻ മാസ്റ്റർ, തുടക്കം തന്നെ അതിഗംഭീരായി. ഞങ്ങൾക്ക് ഈ മത്സരം തുടങ്ങുമ്പോൾ 9 പേര് പാടണമല്ലോ. എന്തൊക്കെ ആയിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ തുടക്കത്തിൽ റാഫി തന്നെ പാടുന്നു. റാഫി അതിമനോഹരമായി ഒരു പാട്ട് പാടി. സന്തോഷമായി മനസ്സിലേക്ക്. ഇതൊക്കെ എല്ലാ പാട്ടുകാർക്കും ബാധകമാകട്ടെ. ഇങ്ങനെ ആയിരിക്കണം നന്നായി പാടേണ്ടത്, ശ്രുതിശുദ്ധമായി വൃത്തിയായിട്ട് പാടണമെന്നുള്ള തയ്യാറെടുപ്പ്. ഇനി അവർ 8 പേരും ഇതൊരു അനുഭവമാക്കി മാറ്റണം. സന്തോഷമായി. ഓൾ ദി ബെസ്റ്റ്. 27 മാർക്ക് തരുന്നു ഞാൻ. 27. താങ്ക് യു മാഷേ. സിവലേച്ചി, അസലായി പാടി, വളരെ മനോഹരമായി പാടി. ഇത് ചാലഞ്ചിങ് റൗണ്ടാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു പാട്ട് സെലക്ട് ചെയ്തു. പിന്നെ മുമ്പുള്ള പാട്ടുകളെല്ലാം ഞാൻ കേട്ട് മനസ്സിലാക്കിയത് ഓരോ പാട്ടും ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെയാണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ട് ഇനിയും നല്ല ഒരു ഗായകനായിട്ട് വളർന്നു വരട്ടെ എന്ന് ഞാൻ പറയുന്നു. ഓൾ ദി ബെസ്റ്റ്. ഞാനും തരുന്നത് 27 മാർക്ക്. 27. താങ്ക് യു സുബലേച്ചി. റാഫി അടിപൊളിയായിട്ട് പാടി. നന്നായി പാടി എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ അടിപൊളിയായിട്ട് പാടി എന്ന് പറഞ്ഞ് അത്രയും എല്ലാ സംഗതികളും ഒന്നിനോടൊന്നും അത്രയും പെർഫെക്ഷൻ ഉണ്ടായിരുന്നു അതിൽ. ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ.
28. താങ്ക് യു രേനത. 82 മാർക്സ് ആണ് റാഫി കിട്ടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ക്വാർട്ടർ ഫൈനലിന്റെ ഫസ്റ്റ് സോങ് തന്നെ ഇത്ര ഗംഭീരമാക്കിയതിന് താങ്ക് യു വെരി മച്ച്. കാരണം ഇതൊരു നല്ലൊരു സ്റ്റാർട്ടായിരിക്കും. ബാക്കി 8 പേർക്കും ഇതുപോലെ തന്നെ പാടണം എന്നൊരു വാശി ഉണ്ടാവും. ഏതായാലും നല്ലൊരു സ്റ്റാർട്ട് തന്നതിന്, ഈ ക്വാർട്ടർ ഫൈനൽ റൗണ്ടിന് തന്നതിന് താങ്ക് യു. 82 മാർക്സ് ആണ് ഔട്ട് ഓഫ് 90 കിട്ടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഇനി ഒരു റൗണ്ടും കൂടെ ഉണ്ട്. അപ്പൊ ഈ റൗണ്ട് എല്ലാം കഴിയുമ്പോൾ ക്വാർട്ടർ ഫൈനൽ കഴിഞ്ഞ് സെമി ഫൈനലിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് റാഫി. താങ്ക് യു.